الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. شيخ الإسلام മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് നാം പറയുന്ന സന്ദർഭത്തിൽ ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും ആളുകൾ, ഖബറാരാധകരായ ആളുകൾ, അവർ ജനങ്ങളെ ഈ തൗഹീദിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നതിനായി അവർ പല ഇല്ലാത്ത കാര്യങ്ങളും ആരോപിക്കുന്നതായി നമ്മൾക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. സത്യം പറയുന്ന അഹ്ലുസുന്ന വൽ ജമാഅ അവരെ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുക എന്നുള്ളത് ബിദ്അത്തിന്റെ കക്ഷികളിൽ പൊതുവെ കണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് അതിൽ മുഴുവനായും അദ്ദേഹം നൽകിയിരിക്കുന്നത് ആയത്തുകളും ഹദീസുകളുമാണ്. അത് ഒരു വ്യക്തി നിഷ്പക്ഷമായി ആ ഗ്രന്ഥം വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അവന് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ആളുകൾ, ഖബറാരാധകരായ ആളുകൾ, അതൊരു കച്ചവടമാക്കി നടക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവരുടെ ജീവിതമാർഗത്തിനൊരു തടസ്സമായിട്ടാണ് അവർ ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഈ കിതാബിനെ അത് തീവ്രവാദത്തിന്റെ കിതാബാണ്, അത് തീവ്രവാദത്തിലേക്ക് ക്ഷണിക്കുന്ന പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതായി കാണാം. ഇത് കേൾക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അവർ ഈ പുസ്തകം വായിക്കുവാൻ, അത് പഠിക്കുവാൻ അവർക്കൊരു ഭയപ്പാടുണ്ടാകും. ഇത് ബിദ്അത്തിന്റെ കക്ഷികളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർ സത്യത്തിന്റെ ആളുകളെ ഇത്തരത്തിലുള്ള മോശമായ വിശേഷണങ്ങൾ നൽകുക, അതല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും കാര്യത്തിലേക്ക് അവരെ ചേർത്ത് പറയുക, അവർ തീവ്രവാദികളാണ്, തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയിടാൻ ബിദ്അത്തിന്റെ കക്ഷികൾ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ അവസാനമായി പഠിച്ചത് ബാബുൽ ഖൗഫി മിനശ് ശിർക്ക്, ശിർക്കിനെ ഭയപ്പെടുക എന്ന അധ്യായമാണ്. ശിർക്കിന്റെ അപകടം, ആ ശിർക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷകൾ, അതിന്റെ ഭയാനകത, അതൊക്കെ അറിഞ്ഞ ഒരു വ്യക്തി അവൻ ശിർക്കിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം, അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിരുവരും അല്ലാഹുവിനോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, ശിർക്കിൽ നിന്ന് ഞങ്ങൾ കാവൽ ചോദിക്കുകയാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് എന്നെയും എന്റെ മക്കളെയും നീ അകറ്റി നിർത്തണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ശിർക്കിനെ അങ്ങേയറ്റം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ആ ശിർക്കിനെ ഭയപ്പെടേണ്ടവരാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ചെറിയ ശിർക്കാണ്. ആരാണ് സഹാബത്ത് എന്ന് പറയുന്നത്? അബറു ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബൻ, ഈ ഉമ്മത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളാണവർ. വഅഅമഖഹാ ഇൽമൻ, അല്ലാഹുവിനെ കുറിച്ച്, ദീനിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച് അങ്ങേയറ്റം ആഴത്തിൽ അറിവുള്ള, ഇൽമുള്ള സഹാബത്ത്, തഖ്വയും ഈമാനുമൊക്കെ ആ തൗഹീദുമൊക്കെ പൂർത്തീകരിച്ച ആളുകൾ. അവരോട് റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ചെറിയ ശിർക്കിനെ ഭയപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ സഹാബത്തിന്റെ അവർക്ക് ശേഷം വന്ന പിൽക്കാരക്കാരായ നമ്മൾ നമ്മുടെ വിഷയത്തിൽ വലിയ ശിർക്കിനെയും ചെറിയ ശിർക്കിനെയും അങ്ങേയറ്റം ഭയപ്പെടണം എന്ന പാഠമാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അവസാനമായി സൂചിപ്പിച്ചത് റിയാഇനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മസീഹുദ് ദജ്ജാലിനേക്കാൾ തന്റെ ഉമ്മത്തിൽ ഭയപ്പെട്ട കാര്യമാണ് റിയാ എന്ന് പറയുന്നത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുക, അവരുടെ പ്രശംസ ലഭിക്കാനായി, അവരുടെ നല്ല കീർത്തനങ്ങൾക്ക് വേണ്ടി, അവർ നല്ലത് എന്നതിനു വേണ്ടി ഇബാദത്തുകൾ നിർവഹിക്കുക, അതാണ് റിയാ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന കാര്യവും നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി പണ്ഡിതന്മാർ പറയുന്നു, ഇലാജു റിയാഇ, റിയാഇനുള്ള ആ റിയാ എന്ന് പറയുന്ന അസുഖം, അതിനുള്ള ചികിത്സ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചതായി കാണാം. ഒന്നാമത്തെ കാര്യം ദിറാസത്തു തൗഹീദ്, തൗഹീദ് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നൽകേണ്ട അവകാശങ്ങൾ, അല്ലാഹുവിന് മാത്രം നൽകേണ്ട കാര്യങ്ങൾ, അത് നന്നായി പഠിക്കുക. തൗഹീദിന്റെ പൂർണ്ണമായ രൂപം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് പഠിച്ചവൻ, അത് ഹൃദയത്തിൽ അതിന്റെ വേരുകൾ ദൃഢമായ ഒരാൾ, അയാൾ പിന്നീട് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇബാദത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ മറ്റൊരാളെ കാണിക്കുന്നതിനായി, മറ്റൊരാളുടെ പ്രശംസ ലഭിക്കുന്നതിനായി അവരൊരു കാര്യവും ചെയ്യുകയില്ല. അതാണ് റിയായിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒന്നാമത്തെ കാര്യം. തൗഹീദ് അത് ആഴത്തിൽ, അത് വിശദമായി, എന്നെന്നും സ്ഥിരമായി അത് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന കാര്യമാണ്. രണ്ടാമത്തേത് അദ്ദുആഉ, അള്ളാഹുവിനോട് റിയായിൽ നിന്നും അഭയം ചോദിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായി കാണാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖ്രി വൽ കുഫ്രി വശ്ശിർകി വശ്ശിഖാഖി വസ്സുംഅതി വരിയാ. ധാരാളം കാര്യങ്ങളിൽ നിന്ന് റസൂൽ അഭയം ചോദിക്കുകയാണ്. ഫഖറിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്നും, അതുപോലെ കുഫറിൽ നിന്നും, ശിർക്കിൽ നിന്നും, അതുപോലെ ഭിന്നിപ്പിൽ നിന്നും, അതുപോലെ വസ്സുംഅതി വരിയാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ലോകമാന്യത, അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ അള്ളാഹുവിനോട് നിരന്തരമായി ഈ കാര്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം റിയാ എന്ന് പറയുന്ന അസുഖം അത് സ്വാലിഹീങ്ങളെ ബാധിക്കുന്നതാണ്. തൗഹീദുള്ള ആളുകളിലേക്ക് തന്നെ കടന്നു വരുന്നതാണ്. വലിയ ശിർക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾ, അവരെ പിടികൂടുന്ന ശൈത്താൻ അവരിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ്, മാരക രോഗമാണ് റിയാ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരമായി നമ്മൾ ആ റിയായിൽ നിന്ന് അഭയം ചോദിക്കുക. മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു, അൽ ഹിർസു അൻ തകൂന അൽ അഅമാലു സിർറൻ ബൈന അൽ അബ്ദി വ റബ്ബിഹി. ഒരു വ്യക്തി അവന് രഹസ്യമായി ചെയ്യാൻ കഴിയുന്ന ഇബാദത്തുകൾ ഉണ്ടാകും, അത് രഹസ്യമായി തന്നെ നിർവഹിക്കുവാൻ അവൻ അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ പരസ്യമായി ചെയ്യേണ്ട ഇബാദത്തുകൾ ഉണ്ടാകും. ഉദാഹരണമായി ജമാഅത്ത് നമസ്കാരം, അത് പള്ളിയിൽ വന്നുകൊണ്ട് തന്നെ നമസ്കരിക്കണം. ഹജ്ജും ഉംറയും അത് എല്ലാവരും ഒരുമിച്ചാണ് നിർവഹിക്കുന്നത്. അങ്ങനെയുള്ള ഇബാദത്തുകളല്ലാത്ത രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അതൊക്കെ രഹസ്യമാക്കുവാൻ, അങ്ങേയറ്റം രഹസ്യമാക്കുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. രാത്രിയിലുള്ള നമസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ പാരായണം, സദഖകൾ, ഇതൊക്കെ നമ്മൾ രഹസ്യമായി ചെയ്യുക എന്നതാണ് അതിന്റെ അടിസ്ഥാനം. അതാണ്. എന്നാൽ വല്ല മസ്ലഹത്തുകളും ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇബാദത്തുകൾ അത് പരസ്യമാക്കുന്നത് കൊണ്ടെന്നില്ല, കുഴപ്പമില്ല. ഉദാഹരണമായി സദഖ ചെയ്യുക എന്നുള്ളത് അത് രഹസ്യമായി ചെയ്യുകയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം. എന്നാൽ അത് പരസ്യമാക്കൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളുണ്ട്. ഒരാൾ ഒരു സദസ്സിൽ ഒരാൾക്ക് വേണ്ടി സദഖ പിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരാൾ ആ സദഖയിലേക്ക് അയാൾ മുന്നിടുകയാണ്. അയാൾ അതിലേക്ക് ആദ്യമായി സംഭാവന കൊടുക്കുകയാണ്. അങ്ങനെ അയാളുടെ ആ പ്രവർത്തനം കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകളും അദ്ദേഹത്തെ പിന്തുടരുകയാണ്. അപ്പോൾ നന്മയിൽ മറ്റുള്ളവരെന്നെ പിന്തുടരണം എന്ന നിയ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള രഹസ്യമായ ഇബാദത്തുകൾ ഒരാൾ പരസ്യമാക്കുകയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് തനിക്കും തന്റെ റബ്ബിനുമിടയിൽ ആരും കാണാതെ രഹസ്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ അത് അപ്രകാരം തന്നെ നിർവഹിക്കലാണ് റിയായിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യം. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് നിന്നിൽ ഓർമ്മയുണ്ടാക്കുന്ന ഇബാദത്തുകളുണ്ട്. അത്തരത്തിലുള്ള ഇബാദത്തുകൾ ധാരാളമായി ചെയ്യുക, നിർവഹിക്കുക. അതിനൊരു ഉദാഹരണമായി അവർ പറഞ്ഞു സിയാറത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുക എന്നുള്ളത്. ഖബർ സന്ദർശിക്കുന്ന വേളയിൽ ഖബർസ്ഥാനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ മാനസികമായ അവസ്ഥ എന്താണ്? നമ്മേക്കാൾ മുൻപ് മരണപ്പെട്ടു പോയ ആളുകളാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കകം, അതല്ലെങ്കിൽ അടുത്ത ഏത് നിമിഷവും നാമും അവരോടൊപ്പം ചേരാനുള്ളവരാണ്. അവരിന്ന് അവിടെ ആ ഖബറിൽ അവരനുഭവിക്കുന്നത് അവർ ചെയ്ത നന്മകൾ മാത്രമാണ്. അള്ളാഹുവിന് വേണ്ടി നിർവഹിച്ച പ്രവർത്തനങ്ങൾ മാത്രമാണ് അവർക്ക് അവിടെ ഉപകരിക്കുന്നത്. ഈ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ അത് റിയായിൽ നിന്ന് കുറ്റമറ്റതാക്കുവാൻ അത് നമ്മെ സഹായിക്കുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ വലിയ വലിയ ഇമാമുകൾ, മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാർ, സലഫുകൾ, അവരൊക്കെ പറഞ്ഞതായി കാണാം, നമ്മുടെ മനസ്സിന്റെ നീയത്തിനെ, ആ മനസ്സിന്റെ ഉദ്ദേശത്തെ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ, അങ്ങേയറ്റം ജിഹാദ് ആവശ്യമുള്ള മേഖലയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇമാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനാണ്. മദ്ഹബിന്റെ ഇമാമുകളിൽ അറിയപ്പെട്ട ഇമാമാണവർ. ഇസ്ലാമിന് വേണ്ടി എത്രയോ ത്യാഗങ്ങൾ, എത്രയോ ചാട്ടവാറടികൾ ഏറ്റ വലിയ പണ്ഡിതനാണ്. ധാരാളക്കണക്കിന് ഹദീസുകൾ ക്രോഡീകരിച്ച് ഈ ഉമ്മത്തിന് സംഭാവന ചെയ്ത വലിയ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം,
അംറുൻ നിയ്യതി ശദീദുൻ. നിയ്യത്തിന്റെ കാര്യം അത് കഠിനമാണ്. ആ നിയ്യത്തിനെ അതിനെ നല്ല രീതിയിൽ നന്മയുടെ വഴിയിൽ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അതങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. ഇമാം സുഫിയാൻ അസ്-സൗരി അദ്ദേഹം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മാ ആലജ്തു ശൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി ലിഅന്നഹാ തതഖല്ലബു അലയ്യ. അദ്ദേഹം പറയുകയാണ്, എന്റെ നിയ്യത്തിനേക്കാൾ കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രയാസപ്പെട്ട മറ്റൊരു കാര്യവുമില്ല. എനിക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും പ്രയാസകരമുണ്ടായത് അതെന്റെ നിയ്യത്താണ്, എന്റെ ഉദ്ദേശമാണ്. കാരണം എന്താണ്? ലിഅന്നഹാ തതഖല്ലബു അലയ്യ. ആ നിയ്യത്ത് അതെന്നിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ അവസ്ഥയിലും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ? ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. പിന്നെ അതിന്റെ ഇടയിൽ, ആ ഇബാദത്തിന്റെ ഇടയിൽ പിശാച് ചിലപ്പോ നമുക്ക് മറ്റു ഉദ്ദേശങ്ങൾ, മറ്റു തോന്നലുകൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി തരികയും നമ്മുടെ ആ ഇബാദത്തുകൾ അത് മുഴുവൻ ബാത്തിലാകുന്ന രൂപത്തിൽ അതിലേക്ക് റിയാഇനെ കടത്തി കൊണ്ടുവരാനുള്ള പ്രയത്നങ്ങൾ പിശാച് നടത്താറുണ്ട്. അതുകൊണ്ട് ആ റിയാഇനെതിരെ പോരാടുക, നമ്മുടെ നിയ്യത്തുകൾ അത് നല്ല വഴിയിൽ അതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമാണ്. അങ്ങനെയാണ് സലഫുകൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയ്യത്തിനെ അതിനെ സംശുദ്ധമാക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ അധ്യായത്തിൽ വലിയ ശിർക്കിനെ കുറിച്ചും ചെറിയ ശിർക്കിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇതിന് രണ്ടിനുമിടയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വലിയ ശിർക്കും ചെറിയ ശിർക്കും അത് രണ്ടും ഒരുപോലെയല്ല. അതിന്റെ ഇടയിൽ ചില വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അശ്ശിർക്കുൽ അക്ബറു വൽ അസ്ഗർ, അത് രണ്ടും ശിർക്ക് തന്നെയാണ്, പക്ഷേ അതിനിടയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ വ്യത്യാസം എന്താണ്? അശ്ശിർക്കുൽ അക്ബറു മുഹ്ബിതുൻ ലിജമീഇൽ അഅമാൽ. ഒരാളുടെ ജീവിതത്തിൽ വലിയ ശിർക്ക് സംഭവിച്ചു, അയാൾ തൗബ ചെയ്യാതെയാണ് മരണപ്പെടുന്നതെങ്കിൽ അത് അയാളുടെ മുഴുവൻ അമലുകളെയും, അയാളുടെ ആയുസ്സിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും അത് ബാത്തിലാക്കി കളയുന്നതാണ്, നിഷ്ഫലമാക്കി കളയുന്നതാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. നബിയോട് പറയുകയാണ്, താങ്കളാണ് ശിർക്ക് വെക്കുന്നതെങ്കിൽ പോലും താങ്കളുടെ അമലുകളെല്ലാം, അപ്പോൾ മുഴുവൻ അമലുകളെയും ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് വലിയ ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടുക, അല്ലാഹു അല്ലാത്തവർക്ക് ബലികർമ്മങ്ങൾ നടത്തുക, അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക, ഇതൊക്കെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. അത് സംഭവിച്ച് ഒരാൾ തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ ചെയ്ത നമസ്കാരമോ അവന്റെ ഖുർആൻ പാരായണമോ അവന്റെ സദഖകളോ നോമ്പോ നമസ്കാരമോ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അപ്പോൾ വലിയ ശിർക്ക് അതെല്ലാ അമലുകളെയും ബാത്തിലാക്കി കളയും. എന്നാൽ വഅമ്മ ശിർക്കുൽ അസ്ഗറു ഫമുഹ്ബിതുൻ ലിമാ ഖാറനഹു ഫഖത്ത് മിനൽ അഅമാൽ. എന്നാൽ ചെറിയ ശിർക്ക് അത് ഏത് അമലുമായിട്ടാണോ കൂടി വന്നത് ആ അമലിനെയാണ് ബാത്തിലാക്കി കളയുന്നത്. ഒരാൾ നിസ്കരിച്ചു, അയാൾ ളുഹ്ർ നമസ്കരിച്ചു, അത് റിയാഓട് കൂടിയാണെങ്കിൽ, ആളുകളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ അവന്റെ ആ നമസ്കാരമാണ് ബാത്തിലാകുന്നത്. അതല്ലാതെ അവൻ മുൻപ് ചെയ്ത എല്ലാ അമലുകളും അതോടുകൂടി ബാത്തിലാകുന്നില്ല. അപ്പോൾ ചെറിയ ശിർക്ക് എന്ന് പറയുന്നത് അത് ഏത് അമലുമായിട്ടാണോ കൂടിച്ചേരുന്നത് ആ അമലിനെ അത് ബാത്തിലാക്കുന്നതാണ്. എന്നാൽ വലിയ ശിർക്കാകട്ടെ അത് മുഴുവൻ അമലുകളെയും നിഷ്ഫലമാക്കി കളയുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ വ്യത്യാസമാണ്, വലിയ ശിർക്ക് സംഭവിച്ച വ്യക്തി തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ്, അവൻ നരകത്തിൽ നിത്യവാസിയാണ്, അവിടെ നിന്ന് ഒരിക്കലും അവന് പുറത്തേക്ക് കടക്കാൻ കഴിയുകയില്ല. എന്നാൽ ചെറിയ ശിർക്ക് സംഭവിച്ചു പോയ ആളുകൾ, ജീവിതത്തിൽ അത് പറ്റിപ്പോയ ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു നൽകിയില്ല എങ്കിൽ അവർ അതിന്റെ പേരിൽ നരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷം പിന്നീട് അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അവരൊരിക്കലും എന്തല്ല നരകത്തിൽ ശാശ്വതരല്ല. എന്നാൽ വലിയ ശിർക്കാണ് സംഭവിച്ചതെങ്കിൽ അവർ നരകത്തിൽ ശാശ്വതരാണ്. മൂന്നാമത്തെ വ്യത്യാസമാണ്, വലിയ ശിർക്ക് സംഭവിച്ചവൻ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്, മുഖ്രിജുൻ മിനൽ മില്ല, മില്ലത്തിൽ നിന്ന് അവൻ പുറത്തു പോകുന്നതാണ്. എന്നാൽ ചെറിയ ശിർക്ക് സംഭവിച്ചാൽ അതവനെ ഇസ്ലാമിന്റെ ആ വൃത്തത്തിൽ നിന്ന് അവനെ പുറത്താക്കുന്നില്ല, അവൻ മുസ്ലിം തന്നെയാണ്, അവൻ ഈമാനുള്ളവൻ തന്നെയാണ്, പക്ഷേ അവനിൽ ചെറിയ ശിർക്ക് സംഭവിച്ചിരിക്കുന്നു, അതവനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ മൂന്ന് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കു ചേർക്കുന്നത് അവൻ പൊറുക്കുകയില്ല. ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന ശിർക്ക് ഏതാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് ശിർക്കും ഇവിടെ ഉൾപ്പെടും. ശിർക്കുൻ അക്ബർ ആകട്ടെ ശിർക്കുൻ അസ്ഗർ ആകട്ടെ, അത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയില്ല. തൗബ ചെയ്താലല്ലാതെ ചെറിയ ശിർക്കാകട്ടെ വലിയ ശിർക്കാകട്ടെ അത് അല്ലാഹു പൊറുക്കുകയില്ല എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്
അദ്ദേഹമൊക്കെ ആ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വലിയ ശിർക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? വലിയ ശിർക്കിലായി മരണപ്പെട്ടവൻ അവൻ നരകത്തിൽ ശാശ്വതനാണ്. എന്നാൽ ചെറിയ ശിർക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെറിയ ശിർക്ക് ചെയ്തു തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടതെങ്കിൽ നാളെ പരലോകത്ത് തിന്മയുടെ തുലാസിൽ ആ ചെറിയ ശിർക്കിനെ അവൻ കാണുന്നതാണ്. അതവിടെ ഉറപ്പായിട്ടും ഉണ്ടാകും. തിന്മയുടെ തുലാസിൽ ആ ചെറിയ ശിർക്കിനെ കവച്ചു വെക്കുന്ന നന്മകൾ അവന്റെ നന്മയുടെ തുലാസിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ വിജയിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ആ ചെറിയ ശിർക്കിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കുകയും അതിനുള്ള ശിക്ഷ നൽകുകയും ചെയ്യും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അടുത്തതായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം ബാബുൽ ഖൗഫ് മിന ശിർക്ക് അടുത്ത ഹദീസായി അദ്ദേഹം നൽകുന്നു. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖല അന്നാർ. ആരെങ്കിലും അല്ലാഹുവിന് പുറമെ മറ്റ് സമന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായി ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ, ഇവിടെ വഹുവ യദ്ഉ എന്ന് പറഞ്ഞാൽ അവൻ അപ്രകാരം ആ പ്രവർത്തനത്തിലായിക്കൊണ്ടാണ് ആ അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നത്, അവൻ തൗബ ചെയ്തിട്ടില്ല, അങ്ങനെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ദഖല അന്നാർ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ നോക്കൂ, ഹദീസിൽ ദഖല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന കാര്യം അത് സുനിശ്ചിതമാണ്, അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു അവർ പ്രവേശിക്കുമെന്നതിനെ പ്രവേശിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം പറയുകയുണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം 4 അബ്ദുള്ളമാരുണ്ട്. അൽ അബാദിലത്തുൽ അർബഅ എന്നറിയപ്പെടുന്ന 4 സഹാബിമാരുണ്ട്, 4 അബ്ദുള്ളമാർ. ആ അബ്ദുള്ളമാരിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇല്ല. ആരൊക്കെയാണ് 4 അബ്ദുള്ളമാർ? ഒന്നാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ളയാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് എന്ന സഹാബിയുടെ മകൻ അബ്ദുള്ളയാണ്. മൂന്നാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ മകൻ അബ്ദുള്ളയാണ്. നാലാമത്തേത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഈ 4 അബ്ദുള്ളമാരും അവർ മിൻ സിഗാരി സഹാബികളുടെ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളുകളായിരുന്നു. അവരെല്ലാവരും സമപ്രായക്കാരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഉപ്പമാരെല്ലാം എല്ലാവരും സഹാബിയാണ്, ഉപ്പയും മക്കളും സഹാബിയാണ്. നമ്മളിപ്പോൾ വായിച്ച 4 ആളുകളും അവരുടെ ഉപ്പയും സഹാബിമാരാണ്. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹം ഈ ഗണത്തിൽ ഉൾപ്പെടുകയില്ല. പണ്ഡിതന്മാർ അതിന്റെ കാരണമായി പറഞ്ഞു, അദ്ദേഹം മിൻ കിബാരി സഹാബികളുടെ കൂട്ടത്തിൽ പ്രായമുള്ള വ്യക്തിയായിരുന്നു. അവരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം ഇൽമുള്ള വലിയ ഒരു പണ്ഡിതനായിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യം എന്താണ്? ആരെങ്കിലും അള്ളാഹുവിന് പുറമെ സമന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായിട്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസിന്റെ ബാക്കി, ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, വഅന അഖൂലു, ഞാൻ പറയട്ടെ, മൻ മാത വഹുവ ലാ യദ്ഉ മിൻ ദൂനില്ലാ, ആരെങ്കിലും മരണപ്പെടുകയാണ് അവൻ അള്ളാഹുവിന് പുറമെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, അവൻ അള്ളാഹുവിന് പുറമെ ഒരാൾക്കും ഇബാദത്ത് കൊടുക്കുന്നില്ല, അങ്ങനെയാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ സമന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുള്ളത്. അതിന്റെ നേർ വിപരീതം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ ഹദീസിന്റെ പൂർത്തീകരണമായി അവിടുന്ന് പറഞ്ഞതായി കാണാം. ഈ ഹദീസിൽ വന്നിട്ടുള്ള ഒരു വാക്കാണ് മിൻ ദൂനില്ല. എന്താണ് മിൻ ദൂനില്ല എന്ന് പറഞ്ഞാൽ? അതിന് 2 അർത്ഥമുണ്ട്. ആ 2 അർത്ഥവും ഇവിടെ ഉൾക്കൊള്ളുന്നതാണ്. ഒന്നാമത്തേത് മഅ എന്നുള്ള അർത്ഥമാണ്, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. മൻ ദഅ അല്ലാഹ വദഅ മഅഹു ഗൈറഹു, അള്ളാഹുവിനെയും വിളിക്കും, അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെയും വിളിക്കും, അള്ളാഹുവെ എന്നും വിളിക്കും, അതോടൊപ്പം മുഹീദ്ദീൻ ശൈഖെ ബദരീങ്ങളെ അവരെയും വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതാണ് മിൻ ദൂനില്ല എന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ഗൈർ എന്നുള്ള അർത്ഥമാണ്. വമൻ ദഅ ഗൈറല്ലാഹി വതവജ്ജഹ ഇലൈഹി ഇസ്തിഖ്ലാലൻ, അള്ളാഹുവിനെ ഒഴിവാക്കി മറ്റുള്ള അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ, അവരെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ആ 2 വിഭാഗം ആളുകളും ഇവിടെ ഉൾപ്പെടും. അപ്പോൾ മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ അതല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ സമന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ
അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ ഹദീസ് കേൾക്കുമ്പോൾ ശിർക്കിനെ കുറിച്ചുള്ള ഭയപ്പാടാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടിയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹി ഈ ഹദീസ് നൽകിയിട്ടുള്ളത്. ആ അധ്യായത്തിലാണ് നൽകിയിട്ടുള്ളത്. ശിർക്കിലായി മരണപ്പെടുക എന്നുള്ളത് അതിനേക്കാൾ വലിയ നഷ്ടം ഒരാൾക്ക് സംഭവിക്കാനില്ല. അവർ എന്നെന്നും നരകത്തിലാണ്. ആ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്തു കടക്കുവാൻ, അതിൽ നിന്നൊരു ഒരാശ്വാസം അവന് ലഭിക്കുന്നില്ല. അത്രയും വലിയ അപരാധമാണ് ശിർക്ക് എന്ന കാര്യം. ഈ ഹദീസിൽ വന്നിട്ടുള്ള കാര്യം എന്താണ്? ദുആ, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ദുആ എന്ന് പറയുന്നത് ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത്. അതിന്റെ അർത്ഥം ഇബാദത്തായി മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നല്ല. നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലും അതൊക്കെ ഇബാദത്താണ്. പക്ഷേ ഇവിടെ ദുആഇനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്താണ്? ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പ്രഥമ സ്ഥാനമർഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? ദുആ എന്ന് പറയുന്നത്. ആ ദുആ രണ്ട് രൂപത്തിലുണ്ട്. പണ്ഡിതന്മാർ ദുആഇനെ രണ്ട് ഇനമായി തിരിച്ചതായി കാണാം. ഒന്നാമത്തേത് ദുആഉ മസ്അലത്തിൻ, തേറ്റം, സഹായം ചോദിക്കുക. നമ്മൾ ദുആ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് ദുആഉ മസ്അലയാണ്. അത് രണ്ട് രൂപത്തിലാണ്, അത് രണ്ട് ഇനമുണ്ട്. ഒന്നാമത്തേത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ, അതിനുള്ള തേറ്റം അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളുണ്ട്. മഴ പെയ്യിപ്പിക്കുക, സന്താനങ്ങളെ നൽകുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവർക്ക് നൽകിയാൽ അത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ ശിർക്കാണ്. രണ്ടാമത്തേതാണ് ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്, സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് എന്താക്കാം? സൃഷ്ടികളോട് നമുക്ക് സഹായം ചോദിക്കാം. 4 നിബന്ധനകളോടുകൂടി. സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ, അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, അവരോട് നമുക്ക് സഹായം ചോദിക്കാം. 4 നിബന്ധനകളോടുകൂടി. പണ്ഡിതന്മാർ പറയുന്നു അയ്യകൂനൽ മദ്ഊ ഹയ്യൻ, ഞാൻ ചോദിക്കുന്ന വ്യക്തി അവൻ ഹയ്യായിരിക്കണം, ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. മരണപ്പെട്ട ആളുകളോട് ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കുകയാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേത് ഹാദിറൻ, അവൻ ഇവിടെ സന്നിധിയിൽ ഉണ്ടായിരിക്കണം, അവൻ അടുത്തുണ്ടായിരിക്കണം, ഹാദിറായിരിക്കണം. ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശയവിനിമയം നടത്താൻ പറ്റുന്ന ആ പരിധിയിലുള്ളവനാണെങ്കിൽ അവരും എന്താണ്? ഹാദിറിന്റെ പരിധിയിൽ പെടുന്നതാണ്. നമ്മൾ ഒരാളെ ഫോണിൽ അയാളോട് സഹായം ചോദിക്കുകയാണ്, അയാൾ ഹാദിറാണ്, അയാൾ നമ്മുടെ മുൻപിലുള്ളതുപോലെയാണ്. അപ്പോൾ ഒന്നാമത് ഹയ്യായിരിക്കണം, രണ്ടാമത്തേത് അവൻ ഹാദിറായിരിക്കണം, അവൻ അടുത്തുണ്ടായിരിക്കണം, സന്നിഹിതനായിരിക്കണം. മൂന്നാമത്തേത് ഖാദിറൻ, ആ ചോദിക്കപ്പെടുന്ന കാര്യം ചെയ്യാൻ അവന് കഴിവുണ്ടായിരിക്കണം. നമ്മുടെ മുൻപിൽ ഹാദിറായ ഹയ്യായ ഒരാളുണ്ട്, അയാളോട് നമ്മൾ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കാൻ പാടില്ല. അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് അയാളോട് ചോദിക്കേണ്ടത്. ഉദാഹരണമായി എന്റെ മുൻപിൽ ഇരിക്കുന്ന ഒരാളോട് എനിക്ക് എന്ത് പറയാം? അയാളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ പറയാം. ആ കസാര ഒന്നിങ്ങോട്ട് എടുത്തു വെക്കുവാൻ, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാൻ. ഇതൊക്കെ നമുക്ക് നമ്മുടെ മുൻപിൽ ഹയ്യായ ജീവനോടെയുള്ള, നമ്മുടെ മുൻപിൽ ഹാദിറായ സന്നിഹിതനായ ആ കഴിവുള്ള ആളുകളോട് ചോദിക്കാവുന്നതാണ്. നാലാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നു വഅയ്യകൂന സബബൻ, നമ്മൾ ഒരു സൃഷ്ടിയോട് സഹായം ചോദിക്കുമ്പോൾ ആ വ്യക്തി അത് കേവലം ഒരു സബബ് മാത്രമാണ്, അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ് എന്ന നിലക്കായിരിക്കണം നമ്മൾ അദ്ദേഹത്തോട് സഹായം ചോദിക്കേണ്ടത്. അതല്ലാതെ അദ്ദേഹമാണ് എന്നെ സഹായിക്കുന്നത് എന്നല്ല, അദ്ദേഹം അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണം മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ ഈ 4 നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെട്ടാൽ ഒരു സൃഷ്ടിയുടെ അവന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവനോട് ചോദിക്കാവുന്നതാണ്. ഇതാണ് ദുആഉ മസ്അല എന്ന് പറയുന്നത്. എന്നാൽ ദുആഇന്റെ രണ്ടാമത്തെ ഇനമാണ് ദുആഉ ഇബാദത്തിൻ. ദുആ ഇല്ലാത്ത ഒരു ഇബാദത്തുമില്ല. നമ്മൾ ചെയ്യുന്ന ധാരാളം ഇബാദത്തുകളുണ്ട്, നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ഖുർആൻ പാരായണമുണ്ട്. അതിലൊക്കെ ഒരു തേട്ടമുണ്ട്, അല്ലാഹുവേ എന്റെ ഈ ഇബാദത്ത് നീ സ്വീകരിക്കണമേ, അതുപോലെ എനിക്ക് നീ പ്രതിഫലം നൽകണമേ എന്നാണ് ഒരു വ്യക്തി എന്ന് ചോദിക്കുന്നവനെ പോലെയാണ് ഇബാദത്തുകൾ ചെയ്യുന്നവൻ. അപ്പോൾ ദുആ എന്ന് പറയുമ്പോൾ ഈ 2 അർത്ഥവും അവിടെ ഉദ്ദേശിക്കപ്പെടാം എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സ്ഥലങ്ങളിൽ ദുആഇനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ 2 അർത്ഥവും അവിടെ യോജിക്കുന്നതാണ്. ഉദാഹരണമായി നമുക്കറിയുന്ന ഒരു ആയത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ഉദ്ഉനി. എന്താണ് ഇവിടെ ദുആഇന്റെ 2 അർത്ഥവും കൽപ്പിക്കാൻ പറ്റും. ഉദ്ഉനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ എന്നോട് സഹായം തേടുവിൻ,
ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അതുപോലെ മറ്റൊരർത്ഥം എന്താണ്? നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുകയും ഞാൻ നിങ്ങൾക്കതിന് പ്രതിഫലം നൽകാം. അപ്പോൾ ഖുർആനിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കൂ ദുആ എന്ന പദം വരുമ്പോൾ അവിടെ ഈ ദുആഉ മസ്അലയും ദുആഉ ഇബാദയും രണ്ടും അവിടെ ഉദ്ദേശിക്കപ്പെടും എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. മറ്റൊരായത്താണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയുകയാണ്, എന്റെ അടിമകൾ, എന്റെ ദാസന്മാർ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ അവരോട് അടുത്തുള്ളവനാണ് എന്ന് അല്ലാഹു ഉത്തരം കൊടുക്കുകയാണ്. അല്ലാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയണം? ഞാൻ അവരോട് അടുത്തുള്ളവനാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. എന്നോട് ദുആ ചെയ്യുന്നവൻ, അവിടെ ദുആഇന് രണ്ടർത്ഥമുണ്ട്. എന്നോട് ദുആ ചെയ്യുന്നവന് ഞാൻ ഉത്തരം നൽകുന്നതാണ്. അതല്ലെങ്കിലോ എന്നെ ഇബാദത്ത് ചെയ്യുന്നവൻ, അവിടെ ദുആഇന് ആ ദുആഉ ഇബാദ എന്ന അർത്ഥവും ഈ ആയത്തിന് നമുക്ക് നൽകാൻ കഴിയുന്നതാണ്. എന്നാൽ ചില ആയത്തുകൾക്ക് ദുആഉ മസ്അല, പ്രാർത്ഥിക്കുക എന്ന അർത്ഥം മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ ഫഇദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളിളക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവരെന്ത് ചെയ്യും? അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. ഇവിടെ ദുആ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രാർത്ഥനയാണ്. അപ്പോൾ ദുആഇന് രണ്ട് അർത്ഥമുണ്ട് എന്ന കാര്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ദുആഉ ഇബാദയും ദുആഉ മസ്അലയും. ഈ ഇബാദത്താകുന്ന ദുആ അത് അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും നൽകിയാൽ അവൻ വലിയ ശിർക്കിലാണ് അകപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദുആഉ മസ്അല അത് സൃഷ്ടികളോട് അനുവദനീയമാകുന്ന ഘട്ടമുണ്ട്. സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് നമുക്ക് ചോദിക്കാം, 4 നിബന്ധനകളോടുകൂടി. ആ സൃഷ്ടി എന്തായിരിക്കണം? അവൻ ഹയ്യായിരിക്കണം, ജീവനുള്ളവനായിരിക്കണം, മയ്യത്തിനോട് ചോദിക്കാൻ പാടില്ല. അതുപോലെ അവൻ ഹാദിറായിരിക്കണം, സന്നിധിയിൽ ഉണ്ടായിരിക്കണം. 3-ാമത്തേത് അവൻ ഖാദിറായിരിക്കണം, അത് ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം. 4-ാമത്തേത് അവൻ അത് കേവലം സബബ് മാത്രമാണ്, അള്ളാഹു നിശ്ചയിച്ചൊരു കാരണം മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടിയായിരിക്കണം ചോദിക്കേണ്ടത്. ഈ 4 നിബന്ധനകൾ പാലിച്ചാൽ നമുക്കൊരു സൃഷ്ടിയോട് സഹായം ചോദിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ശിർക്കിന്റെ ആളുകൾ അവർ സാധാരണക്കാരെ ഈ 2 കാര്യങ്ങളും പറഞ്ഞ് തശ്വീശിലാക്കാറുണ്ട്. നമ്മൾ പറയും വഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല. ആ സന്ദർഭത്തിൽ അവർ പറയും, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചായ ചോദിക്കാറില്ലേ? ഡോക്ടറുടെ അടുക്കൽ പോയി നിങ്ങൾ മരുന്നിന് ചീട്ടെഴുതാറില്ലേ, ചോദിക്കാറില്ലേ? എന്നാൽ ഇത് രണ്ടാണ്. ഒന്നാമത്തേത് സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യമാണ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ട റസൂലിനോടാണ് ചോദിക്കുന്നത്. റസൂൽ ഇവിടെ ഹാദിറല്ല, റസൂലിന് കഴിവില്ലാത്ത കാര്യത്തിലാണ് റസൂലിനോട് ചോദിക്കുന്നത്. അത് ശിർക്കാണ്. എന്നാൽ നമ്മുടെ മുൻപിലുള്ള കഴിവുള്ള ഹാദിറായ ഒരാളോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 2 കാര്യങ്ങളെയും പറഞ്ഞ് സാധാരണക്കാർക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാക്കുകയാണ് ഇത്തരത്തിലുള്ള ഖബർ ആരാധകരായ ശിർക്കിന്റെ വക്താക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് നൽകിയതായി കാണാം. വലി മുസ്ലിമിൻ അൻ ജാബിർ റളിയല്ലാഹു അൻഹു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരാണ് ഉദ്ധരിക്കുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ആരെങ്കിലും അല്ലാഹുവിനെ കണ്ടുമുട്ടിയാൽ, എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്? മരണം വരിച്ചുകൊണ്ട് ഒരാൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. ലാ യുശ്രികു ബിഹി ശൈഅൻ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി, അഥവാ ശിർക്ക് ചെയ്യാത്തവനായി അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണ്. അതിന്റെ അർത്ഥം അവൻ തൗഹീദിലായിക്കൊണ്ടാണ് അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെയും നോക്കൂ, റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം ശിർക്ക് ചെയ്യാതെ മരണപ്പെട്ടവൻ അവൻ സ്വർഗ്ഗത്തിൽ ഉറപ്പായും പ്രവേശിക്കുന്നതാണ്. അത് സുനിശ്ചിതമായ കാര്യമാണ്, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമൻ ലഖിയഹു യുശ്രികു ബിഹി ശൈഅൻ ദഖലൻ നാർ. ആരെങ്കിലും അല്ലാഹുവിന്റെ കൂടെ മറ്റു വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ടാണ് അല്ലാഹുവെ കണ്ടുമുട്ടുന്നതെങ്കിൽ, അങ്ങനെയാണ് അവൻ മരണം വരിക്കുന്നതെങ്കിൽ ദഖലൻ നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഹദീസും അതും ശിർക്കിനെതിരെ നമ്മുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കുന്ന, ഭീതി ഉണ്ടാക്കുന്ന ഹദീസാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബികൾ, അവർക്ക് പറയുന്ന പേരാണ് അൽ മുക്സിറൂൻ. നബിയിൽ നിന്ന് 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചവർക്ക് പറയുന്ന പേരാണ്
അൽ മുക്ഫിറൂൻ. ആ കൂട്ടത്തിൽപ്പെട്ട സഹാബിയാണ് ആര്? മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ ആ 7 ആളുകളുടെ 7 സഹാബികളുടെ പേരുകൾ നമുക്ക് ഒരു കവിതയിലൂടെ പറഞ്ഞു തന്നതായി കാണാം. വൽ മുക്ഫിറൂന ഫീ റിവായത്തിൽ അസർ, നബിയുടെ ഹദീസുകൾ, അസറുകൾ അത് ധാരാളമായി, അഥവാ 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചവരാരൊക്കെയാണ്? അബൂ ഹുറൈറ. ഒന്നാമത് അബൂ ഹുറൈറയാണ് റളിയല്ലാഹു അൻഹു. നബിയിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ നമുക്ക് എത്തിച്ചു തന്നത്, ഈ ഉമ്മത്തിന് വേണ്ടി ഹദീസുകളുടെ വിഷയത്തിൽ സേവനം ചെയ്ത വലിയ സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ടാമതാണ് വബിൻ ഉമർ. നമ്മൾ മുൻപ് പറഞ്ഞു അൽ അബാദിലത്തുൽ അർബഅ, 4 അബ്ദുള്ളമാർ. അതിൽപ്പെട്ട ഒരു അബ്ദുള്ളയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുള്ള. അദ്ദേഹവും 1000-ലധികം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ വ അനസുൻ, മഹാനായ അനസ് ഇബ്നു മാലിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നീണ്ട 13 വർഷം റസൂലിന്റെ ഖാദിമായി, സേവകനായി സേവനമനുഷ്ഠിച്ച അനസ് റളിയല്ലാഹു അൻഹു. അതുപോലെ വൽ ബഹ്റു, ബഹ്ർ എന്ന് പറയുന്നത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബഹ്ർ എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ സൂചിപ്പിക്കുകയാണ്. അങ്ങേയറ്റത്തെ ആഴമുള്ള വിജ്ഞാനമുള്ള വലിയ സഹാബിയാണ്. ഇമാമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവ് എന്നറിയപ്പെട്ട സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. പിന്നെയോ കൽ ഖുദ്രി, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹവും 1000-ലധികം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വജാബിറുൻ വസൗജത്തുൻ നബിയ്യി, മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ്, അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതുപോലെ വസൗജത്തുൻ നബി, നബിയുടെ ഭാര്യ. നബിയുടെ ഏത് ഭാര്യയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. അഫ്ഖഹു നിസാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും സ്ത്രീകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതയായ സ്ത്രീയാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു ബിൻതു അബീ ബക്രിൻ റളിയല്ലാഹു അൻഹ. അപ്പോൾ റസൂലിൽ നിന്ന് ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബികൾ, 1000-ലധികം ഹദീസ് ഉദ്ധരിച്ച ആ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം എന്താണ്? അത് ശിർക്കിന്റെ അപകടം, ശിർക്കിന്റെ ശിക്ഷയെക്കുറിച്ചാണ്. ആ ശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കിയ വ്യക്തി അവൻ ശിർക്കിനെ ഭയപ്പെടുകയും ആ ശിർക്കിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത അധ്യായമായി മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയതായി കാണാം ബാബു ദുആഇ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ശിർക്കിനെ ഭയപ്പെടുക എന്ന അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത അധ്യായമാണ് ബാബു ദുആഇ ഇലാ ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യവചനം, അതിലേക്കുള്ള പ്രബോധനം, അതിലേക്കുള്ള ക്ഷണം. കിതാബു തൗഹീദിന്റെ മറ്റു ചില കോപ്പികളിൽ, അതിന്റെ പ്രതികളിൽ നമുക്ക് കാണാം അദ്ദഅവതു ഇല തൗഹീദ്, തൗഹീദിലേക്കുള്ള പ്രബോധനം, തൗഹീദിലേക്കുള്ള ക്ഷണം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണം, അതുപോലെ തൗഹീദിലേക്കുള്ള ക്ഷണം എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ കിതാബിൽ നമ്മളിപ്പോൾ എത്ര അധ്യായങ്ങൾ പഠിച്ചു? 5 അധ്യായങ്ങൾ പഠിച്ചു. ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് തൗഹീദ് സ്വീകരിക്കൽ അത് നിർബന്ധമാണ്. എല്ലാവരെ സംബന്ധിച്ചും തൗഹീദ് സ്വീകരിക്കുക എന്നുള്ളത് അത് നിർബന്ധമായ കാര്യമാണ്. അതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അതാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. രണ്ടാമത്തെ അധ്യായത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു ആ തൗഹീദ് സ്വീകരിച്ച ആളുകൾക്ക് ലഭിക്കുന്ന ചില ശ്രേഷ്ഠതകൾ, തൗഹീദിന്റെ മഹത്വങ്ങൾ. തൗഹീദുള്ളവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ആ തൗഹീദാണ് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും വലിയ സൽക്കർമ്മം. തൗഹീദിന്റെ ചില നന്മകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പഠിച്ചു. മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു ആ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ, അഥവാ ആ തൗഹീദിനെ പരിപൂർണമാക്കിയ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. 70,000 ആളുകൾ, എന്റെ ഉമ്മത്തിൽ 70,000 ആളുകൾ അവർ വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. ആരാണവർ? ഈ തൗഹീദിനെ സാക്ഷാത്കരിച്ച ആളുകൾ. എങ്ങനെയാണ് തൗഹീദിനെ സാക്ഷാത്കരിക്കേണ്ടത്? ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും മാറി നിൽക്കുക, ബിദ്അത്തുകളും ബിദ്അത്തിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും മാറി നിൽക്കുക, തെറ്റുകളുടെ എല്ലാ ഇനത്തിൽ നിന്നും മാറി നിൽക്കുക. ഇതാണ് തൗഹീദ് സാക്ഷാത്കരിക്കേണ്ടതിന്റെ ഒന്നാമത്തെ പടി. ഇതാണ്. അതിനേക്കാൾ ഉയർന്ന ഒരു പദവിയുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ അവർ ശിർക്കും അതുപോലെ ബിദ്അത്തുകളും തെറ്റുകളും ഒക്കെ ഒഴിവാക്കുന്നതോടൊപ്പം ധാരാളം ഐച്ഛികമായ കർമ്മങ്ങളിൽ മുന്നേറുക, മക്രൂഹായ കാര്യങ്ങൾ ഒഴിവാക്കുക, അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അതിൽ ധാരാളമായി മുഴുകുന്നത് ഒഴിവാക്കുന്ന ആളുകൾ, ജനങ്ങളോടുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുന്ന, അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളാണ് തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ. അവർക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അതാണ് നമ്മൾ മൂന്നാമതായി നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്ത് പഠിച്ചു? ഈ ശിർക്കിനെതിരെ, തൗഹീദിനെ അതിനെ തകർത്ത് കളയുന്ന ആ ശിർക്കിനെ ഭയപ്പെടുക, അതിനെ ഭയപ്പെടേണ്ടതിന്റെ പ്രാധാന്യം, അതിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നാലാമതായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഈ 4 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരാൾ
അയാളുടെ ഹൃദയത്തിൽ അയാളുടെ മനസ്സ് പാകപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ തൗഹീദ് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ഈ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. ഈ തൗഹീദിനോട് ഞാൻ നിർവഹിക്കേണ്ട ചില ബാധ്യതകൾ, കടമകളുണ്ട് എന്ന ബോധ്യം അവന്റെ മനസ്സിലുണ്ടാകും. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകൾ അവരുടെ മനസ്സിൽ അള്ളാഹുവാണ് ഏറ്റവും വലുത്. അവന്റെ നടത്തവും അവന്റെ കിടത്തവും അവന്റെ അടക്കവും അവന്റെ ഒതുക്കവും അവന്റെ ചലനവും അവന്റെ നിശ്ചലനവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവാണ് അവന്റെ മനസ്സിൽ ഏറ്റവും വലുത്. അങ്ങനെയുള്ള ഒരാൾ അയാൾ അള്ളാഹുവിനോടുള്ള അള്ളാഹു നൽകേണ്ട ബാധ്യതകൾ അത് ഹനിക്കപ്പെടുന്നത് കാണുമ്പോൾ അയാളുടെ മനസ്സിൽ വേദനയുണ്ടാകും, പ്രയാസമുണ്ടാകും. ജനങ്ങൾ ശിർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ, അള്ളാഹു നൽകേണ്ട അവകാശങ്ങൾ അത് നൽകാതിരിക്കുമ്പോൾ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുമ്പോൾ തൗഹീദ് സാക്ഷാത്കരിച്ച ആളുകളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ അവർ ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നതിനായി അവരുടെ ശരീരവും സമ്പത്തും സമയവും അതൊക്കെ അതിനുവേണ്ടി ചെലവഴിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മഹാനായ സുഹൈർ ബിൻ നുഐം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, വദിത്തു അന്ന ലഹ്മി ഖുലിബ ബിൽ മഖാരിം വഅന്ന الناس അതാഉ അല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, എന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ അത് കത്രികകൾ കൊണ്ട് കത്രിക്കപ്പെട്ടാലും ഛേദിക്കപ്പെട്ടാലും അതിന് പകരമായി ജനങ്ങളൊക്കെ അള്ളാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ജനങ്ങൾ അനുസരിക്കുമെങ്കിൽ എന്റെ ശരീരത്തിലെ മാംസകഷ്ണം പോയാലും അതെനിക്ക് പ്രശ്നമല്ല എന്നാണ് മഹാന്മാരായ മുൻഗാമികൾ അവർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തൗഹീദ് ഹൃദയത്തിൽ സാക്ഷാത്കരിച്ച ആളുകൾ, ആ തൗഹീദിന്റെ വില മനസ്സിലാക്കിയ ആളുകൾ, അവർ തൗഹീദിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ തൗഹീദ് എന്ന് പറയുന്ന അത് വലിയ നിഅമത്താണ്. ആ നിഅമത്തിന് നന്ദി കാണിക്കുന്നതിന്റെ സൂചകമാണെന്ത്? ആ തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഈ നിഅമത്ത് നൽകിയിട്ടില്ല. തൗഹീദ് എന്ന് പറയുന്ന അങ്ങേയറ്റം വിലപിടിപ്പുള്ള, രത്നത്തെക്കാൾ വിലപിടിപ്പുള്ള, അധികാരത്തെക്കാൾ മൂല്യമുള്ള ഒരു കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകിയിട്ടുള്ളത്. ഈ ലോകത്ത് എത്രയോ കോടാനുകോടി ആളുകളുണ്ട്, അവർക്കൊന്നും ഇത് ലഭിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നിനക്ക് ഈ അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ നീ അതിന് നന്ദി കാണിക്കണം. നീ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതുണ്ട്. ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. അന്നേ ദിവസം ഓരോ നിഅമത്തുകളെ കുറിച്ചും നീ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ നിഅമത്ത് അത് നിഅമത്തു തൗഹീദ്, തൗഹീദാകുന്ന നിഅമത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദിലേക്ക് ജനങ്ങളെ നമ്മൾ ക്ഷണിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞതായി കാണാം. അല്ലാഹു പറയുന്നു, വദ്ഉ ഇലാ റബ്ബിക്, നീ നിന്റെ റബ്ബിലേക്ക് ക്ഷണിച്ചുകൊള്ളുക, ജനങ്ങളെ പ്രബോധനം ചെയ്തുകൊള്ളുക. വദ്ഉ ഇലാ സബീലി റബ്ബിക്, റബ്ബിന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിക്കുക എന്ന് അല്ലാഹു ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചതായി കാണാം. അപ്പോൾ അല്ലാഹുവിലേക്കുള്ള ദഅവത്ത്, തൗഹീദിലേക്കുള്ള ദഅവത്ത്, അതിന്റെ ഹുക്ം, അതിന്റെ വിധി പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു ഫർദു കിഫായത്തിൻ, അത് ഫർദു കിഫായ. അഥവാ നമ്മുടെ നാട്ടിൽ തൗഹീദിലേക്ക് ദഅവത്ത് നടത്തുന്നവർ ഉണ്ടായിരിക്കണം, ഒരു വിഭാഗം അതിനു വേണ്ടി മാറി നിൽക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. ഫർളുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഐനിയായതുണ്ടാകും, ഓരോ വ്യക്തിയും നിർബന്ധമായും ചെയ്യേണ്ടത്. നമസ്കാരം, അതുപോലെ റമദാനിലെ നോമ്പ്, അതൊക്കെ ഓരോ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഫർദു കിഫായ ഉണ്ടാകും. അത് നാട്ടിലുള്ള ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്താൽ ബാക്കിയുള്ള ആളുകളുടെ മേൽ ആ കുറ്റം ഉണ്ടാവുകയില്ല. എന്നാൽ ആരും അത് ചെയ്യാതെ ഉപേക്ഷിക്കുകയാണെങ്കിലോ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അതിൽ കുറ്റക്കാരായിരിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക എന്നുള്ളത് അത് ഫർദു കിഫായിയായ കാര്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുക, ഖൈറിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് അത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. ആ ഖൈറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് തൗഹീദ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ദഅവത്ത്, അമ്പിയാക്കന്മാരുടെ പ്രബോധനം നാം അത് പരിശോധിച്ചാൽ അതിന്റെ അടിസ്ഥാനം, അതിന്റെ അടിത്തറ, അതിന്റെ അസ്തിവാരം എന്ന് പറയുന്നത് അത് തൗഹീദാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, വമാ അർസൽനാ മിൻ ഖബ്ലിക്, റസൂലിനോട് പറയുകയാണ്, റസൂലേ നിനക്ക് മുൻപ് നാം ഒരു റസൂലുമാരെയും അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവർക്ക് നാം വഹി നൽകിക്കൊണ്ടല്ലാതെ. എന്താണ് അല്ലാഹു വഹി നൽകിയിട്ടുള്ള കാര്യം? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യൂ എന്ന വഹി നൽകിക്കൊണ്ടല്ലാതെ റസൂലെ താങ്കൾക്ക് മുൻപ് ഒരു റസൂലുമാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അതുകൊണ്ട് എല്ലാ ഖൈറുകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. ദഅവത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദാണ്. അതാണ് അമ്പിയാക്കന്മാരുടെ, മുർസലീങ്ങളുടെ പ്രബോധനം. അത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകുന്ന കാര്യമാണ്. അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ തൗഹീദിന്റെ പ്രബോധനം അത് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ,
ഏറ്റവും നല്ല രീതിയിൽ അത് പൂർത്തീകരിച്ചവരാണ് സയ്യിദുൽ മുർസലീൻ വഖാതമുൻ നബിയീൻ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദിനു വേണ്ടി അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ച റസൂലാണ് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ റസൂലിനെ പിൻപറ്റുന്നവരാണ് എന്ന് വാദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ആ വാദത്തിൽ സത്യസന്ധതയുള്ളവരാണെങ്കിൽ റസൂലിന്റെ മാർഗമായ ആ തൗഹീദിന്റെ പ്രബോധനം അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, ആ തൗഹീദിന്റെ മാർഗത്തിലേക്ക് അത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുകയും നമുക്കതിൽ ഉത്സാഹമുണ്ടായിരിക്കുകയും വേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ തൗഹീദിലേക്കുള്ള ദഅവത്ത് അത് എല്ലാ കാലത്തും എല്ലാ സമയത്തും എല്ലാ സ്ഥലങ്ങളിലും അത് നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. അതിനൊരു തടസ്സം വന്നുകൂടാ. അത് അല്പകാലം നിർത്തിവെക്കേണ്ടതല്ല. എല്ലാ കാലത്തും നിരന്തരമായി തൗഹീദിലേക്കുള്ള ദഅവ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് അവസാന കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ വൈകുന്നേരം മുഅ്മിനായവൻ നേരം പുലരുമ്പോഴേക്കും അവൻ ദീനിൽ നിന്ന് പുറത്താകുന്ന ഒരു കാലഘട്ടം, അത്രയും ഫിത്നകൾ നിറമാടിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ തൗഹീദിലേക്കുള്ള ദഅവത്ത് അതൊരിക്കലും അവസാനിപ്പിക്കാൻ പാടില്ല. മുസ്ലിമീങ്ങളായ ആളുകൾ അവരിൽ വിശ്വാസപരമായ ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ, അബദ്ധങ്ങൾ അത് കടന്നു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? തൗഹീദിലേക്കുള്ള പ്രബോധനത്തിന്റെ കുറവ് തന്നെയാണ്. അല്ലെ, തൗഹീദിലേക്ക് നമ്മൾ എത്രത്തോളം പ്രബോധനം ചെയ്യുന്നുവോ അത്രത്തോളം മുസ്ലിമീങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിർക്കുകളും ബിദ്അത്തുകളും അന്ധവിശ്വാസങ്ങളും അകന്നു നിൽക്കുന്നതാണ്. തൗഹീദിന്റെ പ്രബോധനമില്ലാത്ത നാടുകൾ, തൗഹീദിന്റെ പ്രബോധനം എത്താത്ത സ്ഥലങ്ങൾ, അവിടെയാണ് ശിർക്കുകളും ബിദ്അത്തുകളും ഒക്കെ വേരുറപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദിലേക്കുള്ള പ്രബോധനം എന്നത് അത് നമ്മൾ തൗഹീദ് പഠിക്കണം ആദ്യം. എന്നിട്ട് അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. നമ്മൾ അറിഞ്ഞ കാര്യം, നമ്മൾ പഠിച്ച കാര്യം തെളിവുകളുടെ പിൻബലത്തോടുകൂടി അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടായിരിക്കണം. തൗഹീദ് അറിയാത്തവർക്ക് മാത്രമല്ല, തൗഹീദ് ഉണ്ട് എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾക്ക് തന്നെ ഒട്ടനവധി പിഴവുകൾ, അബദ്ധങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ശൈഖ് സാലിഹ് സിന്ദി ഹഫിളഹുല്ലാ അദ്ദേഹം ഇതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞതായി കാണാം. ഒരു പണ്ഡിതൻ അദ്ദേഹം ഒരു നാട്ടിലേക്ക് പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ആ നാട്ടിലുള്ള ആളുകൾ അവർ ഒരു ശൈഖിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ വലിയാണെന്ന് കരുതുന്ന ആളുകളെ, നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. അവർ അള്ളാഹുവിന്റെ വലിയാണ് എന്ന നിലയ്ക്ക് അവർ അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ബദരീങ്ങളെ എന്ന് വിളിക്കുന്നവർ, അങ്ങനെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ നാട്ടുകാരോട് ആ ശൈഖ്, ആ പണ്ഡിതൻ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഒഴിവാക്കി ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കളാണെന്ന് പറയപ്പെടുന്ന ആളുകളെ നിങ്ങൾ സഹായം തേടുന്നത്? അവരോട് നിങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർ, മുസ്ലിം നാമമുള്ള ആളുകൾ, അവർ ആ പണ്ഡിതനോട് മറുപടി പറഞ്ഞു, ഈ പറയപ്പെടുന്ന വലിയകൾ അവർ നമ്മൾ ചോദിച്ചാൽ അധിക നേരം കാത്തു നിൽക്കില്ല, പെട്ടെന്ന് നമുക്ക് ഉത്തരം നൽകും. അള്ളാഹുവിനോട് ചോദിച്ചാലോ അത് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്നാണ് ആ പണ്ഡിതനോട് അവർ തിരിച്ചു മറുപടി പറഞ്ഞത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്നാണ്. അല്ലെ, നമ്മുടെ നാട്ടിലും അങ്ങനെയാണ്. ഔലിയാക്കളോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ് ഔലിയാക്കന്മാരോട് ചോദിക്കുന്നത്. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതോ അത് KSRTCയിൽ പോകുന്നത് പോലെയാണ്. എത്തിയാലെത്തി, ഉറപ്പൊന്നുമില്ല. വായ്കൂടാ ഉത്തീരം ചെയ്യുമെന്നോ അവർ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് അദ്ദേഹത്തിന് ഇല്ലാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. വായ് പൂട്ടുന്നതിന്റെ മുൻപ് ഉത്തരം നൽകുന്നവരാണ് ഔലിയാക്കൾ. ഇതൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൗഹീദിന്റെ പ്രബോധനം അത് കുറയുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ശിർക്കുകൾ അത് മുസ്ലിം സമൂഹത്തിൽ വേരുറപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ നാം പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ നാമത്തിൽ ഒരു സത്യം ചെയ്യാൻ പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യും. അവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നാൽ ഒരു ഇന്ന വലിയന്റെ അടുത്ത് പോയിട്ട് കള്ളസത്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് പേടിയാണ്, ഭയപ്പാടാണ്. കാരണം ഞാനെങ്ങാനും കള്ളസത്യം ചെയ്താൽ ഈ കബറിൽ മറമാടപ്പെട്ട വലിയന്റെ അദ്ദേഹത്തിന്റെ ഉപദ്രവം എനിക്ക് കേൾക്കും, അദ്ദേഹം എന്നെ ഉപദ്രവമേൽപ്പിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ചില ജാറങ്ങളിൽ, അതുപോലെ മറമാടപ്പെട്ട കബറുകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അവിടെ ചില കയറുകൾ കാണും. അതെന്തിനു വേണ്ടിയാണ്? സത്യം ചെയ്യാനുള്ള കയറുകളാണ്. അപ്പോൾ എന്തെങ്കിലും ഈ കുറ്റങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകൾ അവരെ ഇത്തരത്തിലുള്ള ജാറങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നിട്ടോ ഈ കയറിൽ പിടിച്ച് സത്യം ചെയ്യാൻ പറയും. അവർ കള്ളസത്യം ചെയ്യൂല, പേടിയാണ്. കാരണം ഞാനെങ്ങാനും കള്ളസത്യം ചെയ്താൽ ഈ കബറിൽ കിടക്കുന്ന ആളുടെ ദോഷം, അയാളുടെ പിടുത്തക്കേട് എനിക്ക് തട്ടുമെന്ന പേടിയാണ്. എന്നാലോ അള്ളാഹുവിന്റെ പേരിൽ കള്ളസത്യം ചെയ്യാൻ യാതൊരു മടിയുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അത്രയും നിസ്സാരമായി അള്ളാഹുവിന്റെ സ്ഥാനവും പദവിയും ഒക്കെ
ഇത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിൽ അതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കന്മാരാണ് അള്ളാഹുവിനേക്കാൾ പദവിയിലുള്ള ആളുകൾ എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൈനോട്ടം, ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോകുന്ന സ്വഭാവം, സിഹ്ർ ചെയ്യുന്നത്, ഇതൊക്കെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ അങ്ങേയറ്റം വ്യാപിച്ചു കിടക്കുകയാണ്. ജ്യോത്സ്യന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ട്. തങ്ങന്മാരും ബീവിമാരും ജിന്നുമ്മമാരും ഒക്കെ പറഞ്ഞ് അത്തരത്തിൽ പേരിട്ടുകൊണ്ട് അവരുടെ അടുക്കൽ പോയി ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുന്ന ആളുകൾ. എത്ര വലിയ അപരാധമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ആളുകൾ അറിയുന്നില്ല, അതല്ലെങ്കിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. തൗഹീദിലേക്കുള്ള പ്രബോധനം അത് വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശൈഖ് അവറുകൾ സൂചിപ്പിച്ച കാര്യം. അതുപോലെ തന്നെ ശകുനം നോക്കുന്ന ആളുകൾ, ഒന്ന് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്കിറങ്ങുമ്പോൾ ഒരു കറുത്ത പൂച്ച മുൻപിൽ ചാടിയാൽ ആ ദിവസം അതൊരു അപലക്ഷണമായി കാണുന്ന ആളുകൾ, അങ്ങനെ പല്ലി ശബ്ദമുണ്ടാക്കിയാൽ അതൊരു അപലക്ഷണമായി കാണുന്ന ആളുകൾ, എന്ത് ഇളകിയാലും അതൊക്കെ അപലക്ഷണമായി സ്വന്തം നിഴലിനെ പോലും ഭയപ്പെടുന്ന ആളുകളാണ് ശിർക്കിന്റെ വക്താക്കളായ ആളുകൾ. എന്നാൽ അള്ളാഹുവിൽ ബലമേൽപ്പിച്ച തവക്കുലുള്ള ആളുകൾ അവരൊന്നിനെയും ഭയപ്പെടാനില്ല. തൗഹീദ് പഠിക്കാത്ത ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ നിഴലുകളെ തന്നെ പേടിയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇത്തരത്തിൽ ഒട്ടനവധി ബിദ്അത്തുകൾ, അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അതുപോലെ തന്നെ മന്ത്രചരടുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, ശിർക്കിന്റെ വാക്യങ്ങൾ എഴുതിയ ചരടുകളൊക്കെ ധരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ ആ വാഹനത്തിന്മേൽ മന്ത്രിച്ചൂതി ചരടുകൾ കെട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ ചരടുകൾ കെട്ടിയാൽ ഇതെന്നെ ആപത്തിൽ നിന്ന് തടുക്കുമെന്നാണ് അവന്റെ വിശ്വാസം. അതല്ലെങ്കിൽ മക്കൾക്ക് രോഗം മാറാൻ ഏലസുകളും ഉറുക്കുകളും ഒക്കെ കെട്ടിക്കൊടുക്കുന്നവരുണ്ട്. എത്ര ആളുകളാണ്. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളെ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. നമ്മുടെ ചുറ്റുമുള്ള മുസ്ലിം നാമധാരികളായ ആളുകൾ, മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവരിൽ ബാധിച്ചിട്ടുള്ള വിശ്വാസപരമായ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ അതൊക്കെ തിരിച്ചറിയുന്ന ഒരു വ്യക്തി അവൻ ഈ തൗഹീദിന്റെ ദഅവത്തിലേക്ക്, പ്രബോധനത്തിലേക്ക് വേണ്ടി അവൻ മുന്നിടുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളിൽ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നതോടൊപ്പം വളർന്നു വരുന്ന തലമുറയെ ദീനിൽ നിന്നും തെറ്റിക്കുന്ന അത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും ഇന്ന് ശക്തി പ്രാപിക്കുകയാണ്. മതനിരാസ പ്രസ്ഥാനങ്ങൾ അവരും ഇന്ന് ശക്തി പ്രാപിക്കുകയാണ്. ദീനേ വേണ്ടതില്ല, എന്റെ ശരീരം അത് എന്റെ ചോയ്സാണ്, ഞാൻ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കും എന്ന രീതിയിലാണ് ഇന്നുള്ള വളർന്നു വരുന്ന മക്കളിലേക്ക് അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അത്തരത്തിലുള്ള കുഫ്രൻ പ്രസ്ഥാനങ്ങളും ഒരു ഭാഗത്ത് ശക്തി പ്രാപിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങൾ നിലകൊള്ളുകയാണ്. എന്നിട്ട് ശൈഖ് പറയുന്നതായി കാണാം, ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്ന് വാദിക്കുന്ന ധാരാളം സംഘടനകളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അവർക്കിടയിൽ ചില പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ തൗഹീദിലേക്കുള്ള പ്രബോധനം എന്നത് അത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി, ആവശ്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് ശൈഖ് പറയുകയാണ്, ഈ തൗഹീദിലേക്ക് പ്രബോധനം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രബോധകനാകണമെങ്കിൽ ഊസീക ബിഖംസ, 5 വസിയ്യത്തുകൾ ഞാൻ നിനക്ക് നൽകുകയാണ്. 5 കാര്യങ്ങൾ നീ മുറുകെ പിടിക്കണം. തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്നവനാണെങ്കിൽ 5 ഗുണങ്ങൾ നിന്നിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തേത് അൻ യകൂന അലീമ, നീ ഇൽമുള്ളവനായിരിക്കണം. നിനക്ക് തൗഹീദ് എന്താണെന്നറിയില്ല, ശിർക്ക് എന്താണെന്നറിയില്ല, പിന്നെ എങ്ങനെയാണ് നീ തൗഹീദിലേക്ക് പ്രബോധനം നടത്തുക? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഫഇന്ന ഫാഖിദ ശൈഇ ലാ യുഅതി, ഒരാളുടെ പക്കൽ ഒരു കാര്യമില്ലെങ്കിൽ അവന് മറ്റൊരാൾക്ക് നൽകാൻ കഴിയില്ല. ഒരാളുടെ കയ്യിൽ സമ്പത്തില്ലെങ്കിൽ അവന് മറ്റൊരാൾക്ക് സമ്പത്ത് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ തൗഹീദ് എന്താണെന്ന് അറിയാത്തവൻ അവൻ എങ്ങനെയാണ് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക? അപ്പൊ തൗഹീദിനെ കുറിച്ച്, തൗഹീദിലേക്ക് പ്രബോധനം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രബോധകന്മാരോട് ഒന്നാമതായി ശൈഖ് പറയുന്നു, നീ തൗഹീദ് എന്താണെന്ന് പഠിക്കണം, അതിനെക്കുറിച്ച് നിനക്ക് ഇൽമുണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നു, വദ്ഉ ഇലാ റബ്ബിക്, നബിയെ താങ്കളുടെ റബ്ബിലേക്ക് ക്ഷണിക്കുക. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വലാ തകൂനന്ന മിനൽ മുശ്രികീൻ, റസൂലേ താങ്കൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, അവരുടെ കൂട്ടത്തിലായി പോകരുത്. അപ്പോൾ ആദ്യം സ്വന്തം എന്തായിരിക്കണം? ആ ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്ന തൗഹീദ് അറിയുന്ന വ്യക്തിയായിരിക്കണം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ, നബിയെ പറയുക, താങ്കൾ പ്രഖ്യാപിക്കുക, ഇന്നമാ ഉമിർതു അൻ അഅ്ബുദല്ലാഹ വലാ ഉശ്രിക ബിഹി, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹുവിന് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ട കാര്യം.
എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ഇലൈഹി അദ്ഉ, ആ അള്ളാഹുവിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന കാര്യം അത് ആദ്യം ആര് പഠിക്കണം? ആ തൗഹീദിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആ ദാഇ അവൻ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, തൗഹീദിന്റെ പഠനം അതൊരിക്കലും നിലക്കാൻ പാടില്ല. നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ, സ്ഥാപനങ്ങളിൽ തൗഹീദിന്റെ പഠനം അത് നിരന്തരമായി നമ്മൾ നടത്തിക്കൊണ്ടുപോകണം. ആഴ്ചകളിൽ എത്ര ക്ലാസ്സുകൾ വെക്കുകയാണെങ്കിലും അതിലൊരു ക്ലാസ് നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, അഖീദ പഠിക്കാനുള്ള, തൗഹീദ് പഠിക്കാനുള്ള ക്ലാസ് ആയിരിക്കണം. ഒരു ഗ്രന്ഥം കഴിയുമ്പോൾ അടുത്ത ഗ്രന്ഥം പഠിക്കുക. അങ്ങനെ എത്രയോ ഗ്രന്ഥങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫി ഉലമാക്കൾ നമുക്ക് വിട്ടേച്ചു പോയിട്ടുണ്ട്. അതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നീ അറിവുള്ളവനായിരിക്കണം, ഒന്നാമത്തെ ഉപദേശം അതാണ്. രണ്ടാമത്തേത് അൻ തകൂന റഹീമ, നീ റഹ്മത്തുള്ളവനായിരിക്കണം. നീ അങ്ങേയറ്റം റഹ്മത്തുള്ളവനായിരിക്കണം. കാരണം ദഅവത്തിന്റെ, പ്രബോധനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് റഹ്മത്താണ്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്താണ്? റഹ്മത്താണ്, കാരുണ്യമാണ്. അതുപോലെ ഒരു പ്രബോധനം ചെയ്യുന്ന ഒരു പ്രബോധകനും അദ്ദേഹത്തിന്റെ പ്രബോധിത സമൂഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? റഹ്മത്താണ്. അദ്ദേഹം അള്ളാഹുവിലേക്ക്, ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത് അവരോട് റഹ്മത്തുള്ളത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. ഇത് റസൂലുള്ളാഹി അള്ളാഹു പറയാൻ, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി, നീ ഒരു പരുഷ സ്വഭാവിയും അതുപോലെ കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ അവർ നിന്റെ ചുറ്റിൽ നിന്നും അവർ പോയി കളയുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അധ്യാപകർ, അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളുകൾ, നന്മ കൽപ്പിക്കുന്നവർ, തിന്മ വിരോധിക്കുന്ന ആളുകൾ, അവരൊക്കെ റഹ്മത്തുള്ളവരായിരിക്കണം. ജനങ്ങളോട് റഹ്മത്ത് കാണിക്കേണ്ട ആളുകളാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ നിയോഗിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ഈ ഭൂലോകർക്ക് മുഴുവൻ റഹ്മത്തായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളായ ആളുകളോട് അങ്ങേയറ്റം ദയാലുവും കാരുണ്യവുമുള്ളവരാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് റഹ്മത്ത് കാണിച്ചതുപോലെ ആ റസൂൽ കൊണ്ടുവന്ന ദീനിലേക്ക്, റസൂൽ കൊണ്ടുവന്ന തൗഹീദിലേക്ക്, റസൂൽ കൊണ്ടുവന്ന ഇൽമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന പ്രബോധകന്മാരും ഇത്തരത്തിൽ റഹ്മത്തുള്ളവരായിരിക്കണം എന്ന പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, അവർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന്, അവരുടെ ശൈഖുമാരിൽ നിന്ന് അവരാദ്യമായി പഠിച്ച ഹദീസ് ഏതാണ്? നമുക്ക് കാണാം, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, റഹ്മത്ത് ചെയ്യുന്നവരോട് റഹ്മാനായ അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ്. ഇർഹമു മൻ ഫിൽ അർദി യർഹംകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കുക, അങ്ങനെയെങ്കിൽ ഉപരിയിലുള്ള 7 ആകാശങ്ങൾക്കും മീതെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നതാണ്. ഇതാണ് പണ്ഡിതന്മാർ അവരുടെ ഉസ്താദുമാരിൽ നിന്ന് ആദ്യമായി പഠിക്കുന്ന ഹദീസ്. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു, ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം എന്താണ്? റഹ്മത്താണ്. ആ തന്റെ വിദ്യാർത്ഥികളോട് റഹ്മത്തുള്ളത് കൊണ്ടാണ് ആ അധ്യാപകൻ അവർക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെയാണ് ഒരു പ്രബോധകൻ. ആ പ്രബോധകൻ അവൻ റഹ്മത്തുള്ളവനായിരിക്കണം. താൻ ക്ഷണിക്കുന്ന പ്രബോധിതർക്ക് അവർക്ക് നന്മ വരണമെന്ന് അതിയായി ആഗ്രഹിക്കുകയും അവരോട് റഹ്മത്തോടു കൂടി വർത്തിക്കുകയും ചെയ്യേണ്ടവനാണ് പ്രബോധകൻ. ഒരിക്കൽ മഹാനായ സഹാബി തുഫൈൽ ബിൻ അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു, അദ്ദൗസ് എന്ന് പറയുന്നത് യമനിലുള്ള ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിൽപ്പെട്ട സഹാബിയാണ് ആര്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറയുടെ പേര് പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പറയാറുണ്ട്, അബൂ അബ്ദുറഹ്മാൻ, അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സഖർ അദ്ദൗസി അൽ യമാനി. അദ്ദേഹം യമനിൽപ്പെട്ട ദൗസ് ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെ തുഫൈൽ ബിൻ അംർ അദ്ദൗസി അദ്ദേഹം റസൂലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നുകൊണ്ട് റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, റസൂലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന ദൗസൻ അഫത് വ അബത്, റസൂലെ ദൗസ് ഗോത്രം അവർ ഇസ്ലാം സ്വീകരിക്കുന്നില്ല, അത് സ്വീകരിക്കാൻ അവർ വിസമ്മതിക്കുകയാണ്. അതുകൊണ്ട് ഫദ്ഉല്ലാഹ അലൈഹ, നിങ്ങൾ അവർക്കെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് കേട്ട സന്ദർഭത്തിൽ അവിടെ കൂടിയിരുന്ന സഹാബത്ത് അവരെന്ത് പറഞ്ഞു? ഹലകത് ദൗസുൻ, ദൗസ് ഗോത്രം അവർ നശിച്ചുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങാനും അവർക്കെതിരെ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ അവർ നശിച്ചത് തന്നെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇഹ്ദി ദൗസൻ വഅതി ബിഹിം, അല്ലാഹുവേ ദൗസ് ഗോത്രത്തെ നീ അവരെ ഹിദായത്തിലാക്കണമേ,
അവരെ എന്റെ അടുക്കലേക്ക് നീ കൊണ്ടുവരണമേ, മുസ്ലിമീങ്ങളായിക്കൊണ്ട് മദീനയിലേക്ക് അവരെ കൊണ്ടുവരണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം റഹ്മത്തുള്ളവനായിരുന്നു. ഇവിടെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് കൽപ്പിക്കുന്നത് താങ്കളുടെ നാട്ടിലേക്ക് പോയി ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുവാനും അവരെ ദീനിലേക്ക് ക്ഷണിക്കുവാനും അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ മഹാനായ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ജനങ്ങളെ ഇപ്രകാരം ദീനിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. എന്നിട്ട് ഹദീസുകളിൽ നമുക്ക് കാണാം, ഖൈബർ യുദ്ധ സമയത്ത് മഹാനായ തുഫൈൽ ഇബ്നു അംർ അദ്ദൗസി ആ സ്വഹാബി അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് 70ഓളം അതല്ലെങ്കിൽ 80ഓളം കുടുംബങ്ങളുമായി അദ്ദേഹം മദീനയിലേക്ക് വന്നു എന്ന ചരിത്രം നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മുടെ പ്രബോധിതരായ ആളുകൾ അവരോട് നമുക്ക് റഹ്മത്തുണ്ടായിരിക്കണം. അത് പ്രബോധകനുണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മ ആദ്യം മുസ്ലിം ആയിരുന്നില്ല. അപ്പോൾ ഉമ്മ ഹിദായത്തിലാകാൻ വേണ്ടി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിനോട് പറയുകയാണ്. റസൂൽ പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇഹ്ദി ഉമ്മ അബീ ഹുറൈറ, അബൂ ഹുറൈറയുടെ ഉമ്മയെ അല്ലാഹുവേ നീ ഹിദായത്തിലാക്കണമേ. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് തിരിച്ച് മടങ്ങിയെത്തുമ്പോഴേക്കും ഉമ്മ ഇസ്ലാം സ്വീകരിച്ചിരുന്നു എന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ആരെയാണോ പ്രബോധനം ചെയ്യുന്നത് അവരോട് നമുക്ക് റഹ്മത്തുണ്ടായിരിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന പാഠം കൂടി ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് തൗഹീദിന്റെ പ്രബോധകരായി 2 സ്വഹാബത്തിനെ അയക്കുകയുണ്ടായി, മുആദ് ഇബ്നു ജബൽ അതുപോലെ തന്നെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ ഒരു ഉപദേശമാണ്, ബശ്ശിറ വലാ തുനഫിറ, നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവരെ നിങ്ങൾ വെറുപ്പിച്ച് അകറ്റി നിൽക്കാൻ പാടില്ല, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക, അവരോട് റഹ്മത്തുള്ളവരായി പെരുമാറുക എന്നതിലേക്കുള്ള സൂചനയാണ് ഈ പ്രയോഗമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഒട്ടനവധി അമ്പിയാക്കന്മാർ അവരവരുടെ സമൂഹത്തോട് പറഞ്ഞ കാര്യം എന്താണ്, ഇന്നി ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളോട് ഗുണകാംക്ഷയുള്ള വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് എന്നാണ് എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് തൗഹീദിലേക്ക് ദീനിലേക്ക് പ്രബോധനം ചെയ്യുന്ന ആളിൽ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് അവൻ റഹീമായിരിക്കണം, ജനങ്ങളോട് റഹ്മത്തുള്ളവനായിരിക്കണം. കാരണം റബ്ബ് വിചാരിച്ചിരുന്നുവെങ്കിൽ നീയും അവരെ പോലെയാകുമായിരുന്നു. ഈ ദീനും ഹിദായത്തും ഒന്നും അറിയാതെ അവരെ പോലെ താന്തോന്നിയായി ചെമ്മാടിയായി നീയും മാറുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ മാത്രമാണ് നീ ഈ ഹിദായത്തിന്റെ മാർഗത്തിൽ അല്ലാഹു നിന്നെ ആക്കിയിട്ടുള്ളത്. അതല്ലാതെ നിന്റെ തറവാടിന്റെ മഹിമയോ നിന്റെ പിതാക്കന്മാരുടെ മഹിമയോ അതൊന്നുമല്ല ഈ ദീനിലേക്ക് നിന്നെ ചേർത്ത കാര്യം. അത് അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രമാണ്. ജനങ്ങളുടെ ഹൃദയങ്ങൾ അത് അല്ലാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അല്ലാഹു അതിനെ മാറ്റുന്നതാണ്, അതിനെ തിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ സത്യത്തോട് വിമുഖത കാണിച്ച് നടക്കുന്ന ആളുകൾ അവരെ കാണുന്ന സന്ദർഭത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അവരോട് റഹ്മത്തുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ കാലഘട്ടത്തിൽ ഇൽമിൽ നിന്നും ദീനിൽ നിന്നുമൊക്കെ ആളുകൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശരിയായ കാര്യം ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ച ഒരു കാലഘട്ടമാണ്. ആ സന്ദർഭത്തിൽ അങ്ങേയറ്റം റഹ്മത്തുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം അഹ്ലുസുന്നയെ കുറിച്ച് പറഞ്ഞു, ഹും അഅറഫുൻ നാസി ബിൽ ഹഖ്, ജനങ്ങളിൽ ഏറ്റവും നന്നായി സത്യമറിയുന്നവർ അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. അതുപോലെ തന്നെ വഹും അർഹമുൻ നാസി ബിൽ ഖൽഖ്, ജനങ്ങളോട് സൃഷ്ടികളോട് അങ്ങേയറ്റം റഹ്മത്തോടുകൂടി വർഷിക്കുന്നവരും ആരാണ്? അഹ്ലുസുന്ന വൽ ജമാഅയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രബോധകന്മാരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നമ്മിൽ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് നമ്മൾ റഹ്മത്തുള്ളവരായിരിക്കണം എന്നുള്ള കാര്യം. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന 3 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി സ്വീകരിക്കുവാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ബാത്തിലിനെ ബാത്തിലായി തിരിച്ചറിഞ്ഞുകൊണ്ടും അതിനെ തള്ളിക്കളയുവാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു വ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്.